ചെറുപയർ പരിപ്പിൻ്റെ നല്ല രുചിയുള്ള ഒരു ഉണ്ണിയപ്പമായാലോ. സാധാരണ ഉണ്ണിയപ്പം പോലെ തന്നെ പുറം ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായിട്ടുള്ള നല്ല രുചിയുള്ള ഒരു ഉണ്ണിയപ്പമാണിത്. ഇനി 4 മണി പലഹാരങ്ങളിൽ ഇത് കൂടി ഒന്ന് ഉൾപ്പെടുത്തിക്കോളൂ. ഇതിനി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതാ ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് ചെറുപയർ പരിപ്പെടുത്തിട്ടുണ്ട്. 250 ml കപ്പാണിത്. ഇനി ഇത് നല്ലവണ്ണം കഴുകിയെടുത്തുകൊണ്ട് വരണം. 4-5 പ്രാവശ്യം കഴുകുക. വെള്ളം തെളിയുന്നത് വരെ കഴുകിയെടുക്കുക. ഇത് നന്നായിട്ട് കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ചേറെ വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടി മൂടി വയ്ക്കണം. ഇനി 4 മുതൽ 5 മണിക്കൂർ വരെ നല്ലവണ്ണം കുതിരാൻ വേണ്ടി മൂടി വയ്ക്കുക. ഈ സമയത്ത് ഇതിനു വേണ്ടി 2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അടുപ്പിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. ചെറുപയർ പരിപ്പെടുത്ത അതേ കപ്പിൻ്റെ 1 കപ്പ് ശർക്കര ചേർക്കുക. കൂടെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിക്കുക. ഇനി ഗ്യാസ് ഓണാക്കിയിട്ട് ശർക്കര ഒന്ന് ഉരുകി വരാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. തിളപ്പിച്ച് വറ്റിക്കുക അങ്ങനെയൊന്നും വേണ്ട. തിള വരുമ്പോഴത്തേന് അത് ഉരുകി വരും. അത്രയും മാത്രം മതിയാവും. നല്ലവണ്ണം ആറാൻ വേണ്ടി മാറ്റി വയ്ക്കണം. ആറിയതിന് ശേഷം അരിപ്പയിലിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കുക. വീണ്ടും ഒരു ചെറിയ കടായി വെച്ചിട്ടുണ്ട്. 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യിലോ വെളിച്ചെണ്ണയിലോ ഇത് ചെയ്യാവുന്നതാണ്. നെയ്യാണ് കൂടുതൽ ടേസ്റ്റ്. നെയ്യ് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് ചേർക്കുക. നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കണം. എള്ള് ചൂടായിട്ട് പെരുപരാന്നൊന്ന് പൊട്ടാനായിട്ട് തുടങ്ങുമ്പോഴത്തന്നെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇറക്കി വെക്കണം ആറാൻ വേണ്ടി. എള്ള് മൊത്തം പൊട്ടി വരട്ടേന്ന് വെച്ച് ഗ്യാസ് ഓണാക്കി അതിലേ ഇരുന്ന് കഴിഞ്ഞാൽ എള്ള് കരിഞ്ഞു പോവും. അങ്ങനെ വരരുത്. ഇത് കുതിരാൻ വെച്ചത് ഒരു 4.5 മണിക്കൂറോളം ആയിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിന്ന് ഒരു പരിപ്പെടുത്ത് നല്ലവണ്ണം ഒന്ന് ഞെക്കി നോക്കാമെങ്കിൽ പരിപ്പ് ചതഞ്ഞ് മുറിഞ്ഞ് വരും. അപ്പോൾ ഇത് പരുവായിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം ഒന്ന് ഊറ്റിയെടുത്തോണ്ട് വരാം. പരിപ്പ് ഞാൻ ഒരു അരിപ്പ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. വെള്ളം അതിൻ്റെ ഇറ്റിറ്റ് പോകുന്നതൊന്ന് നിന്നാൽ മാത്രം മതി. കുറേ നേരം ഒന്നും വലപാത്രത്തിൽ അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. മിക്സിയുടെ വലിയ ജാറെടുത്തിട്ട് അതിലോട്ട് ഇടാം. ഇനി ആ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ആറിയതിന് ശേഷം അരിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കാം. ഇനി ഒരല്പം ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കാനായിട്ട് മറക്കരുത്. മധുരമൊക്കെ ബാലൻസ് ആകാനായിട്ട് ഉപ്പ് ചേർക്കണം. ഇനി ഒരു 3-4 ഏലക്കായുടെ കുരു ചേർക്കുക. ഇനി ഒരു 1/4 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ചേർക്കാം. ഇടിയപ്പപ്പൊടിയോ പുട്ടുപൊടിയോ ഏതെങ്കിലും ചേർക്കാം. ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തോണ്ട് വരാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ആ പരിപ്പ് സൈഡിലൊന്ന് ഒട്ടിയിരിക്കും. ഇത് പെട്ടെന്ന് അരഞ്ഞു കിട്ടുകയും ചെയ്യും. നല്ലവണ്ണം അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ബട്ടർ പോലെ അങ്ങ് സ്മൂത്ത് ആവണം അങ്ങനൊന്നുമില്ല. ഇനി ഇതിലോട്ട് 1/2 കപ്പ് തേങ്ങ ചേർക്കാം. ആദ്യമേ തന്നെ തേങ്ങ ചേർക്കണ്ട, ലാസ്റ്റ് ചേർക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തോണ്ട് വന്നാൽ മതിയാകും. തേങ്ങ ഒരുപാട് അരയണ്ട, അതുകൊണ്ട് ലാസ്റ്റ് ചേർക്കുന്നത്. ഇത് കാണുമ്പോൾ അറിയാമല്ലോ, തേങ്ങ പകുതി അരഞ്ഞിട്ടുള്ളൂ. ഇത്രയും മതി. ഞാനിതിലിപ്പോൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. നിങ്ങൾ ശർക്കര ഉരുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ വന്നെങ്കിൽ തിളച്ച് വെള്ളം അങ്ങ് വറ്റിപ്പോവും അതിനകത്ത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാകാം. അങ്ങനെ വന്നെങ്കിൽ വെള്ളം അല്പം ചേർത്തുകൊണ്ട് ഈ ഒരളവിൽ അരച്ചെടുക്കേണ്ടതാണ്. ജാറിൽ നിന്ന് വേറെ പാത്രത്തിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ആ നെയ്യും എള്ളും കൂടി ആറിയിട്ടുണ്ട്. ഇനി അതുകൂടി ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ നെയ്യും എള്ളും എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 3-4 നുള്ള്
സോഡാപ്പൊടി ചേർക്കുക, ബേക്കിംഗ് സോഡ. സോഡാപ്പൊടി ഇല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ കയ്യിലുണ്ടെങ്കിൽ അതായാലും ചേർക്കുക, ഏതെങ്കിലും ഒന്ന് ചേർക്കുക. ബേക്കിംഗ് പൗഡർ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 നുള്ളൂടെ കൂടുതലായിട്ട് ചേർക്കുക. ഇനി ഏതെങ്കിലും ഒരു സൈഡിലോട്ടായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. നന്നായിട്ട് എല്ലാ ഭാഗത്തും മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയെടുത്തിട്ട് മൂടി വയ്ക്കുക. ഒരു 15-20 മിനിറ്റ് നേരത്തേന് മൂടി വെച്ചാൽ മതിയാകും. ഇതൊരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി പതുക്കെ ഒരു 3-4 റൗണ്ടായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഏതെങ്കിലും ഒരു സൈഡിലോട്ട് മാത്രമായിട്ട് റൗണ്ടിൽ ഇളക്കിയെടുക്കുക. ഇപ്പോൾ ഇളക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും മാവ് നല്ല സ്മൂത്തായിട്ടിരിക്കുന്ന പോലെ. സോഡ ചേർത്തതുകൊണ്ട് എണ്ണ കുടിക്കുമോ എന്നുള്ള ഡൗട്ടൊന്നും വേണ്ട, എണ്ണയൊന്നും കുടിക്കില്ല. ഇനി ഇത് ചുട്ടെടുക്കുക. ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കുക. ആ കുഴിയുടെ ഒരു പകുതി വരുന്ന രീതിയിലൊക്കെ എണ്ണ ഒഴിച്ചാൽ മതിയാകും. ഒത്തിരി എണ്ണ ഒഴിക്കണ്ട. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണേലും ഒഴിക്കാം. പിന്നെ അറിയാമല്ലോ, വെളിച്ചെണ്ണയിലൊക്കെ ചെയ്യുമ്പോൾ നല്ല രുചിയും മണമൊക്കെ തന്നെയാണ്. അരയോ മുക്കാലോ ഭാഗം ഒഴിച്ചാൽ മതിയാകും. എല്ലാം ഒഴിച്ചതിന് ശേഷം തീയ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. കൂട്ടിയും കുറച്ചായിട്ട് കൊടുക്കരുത്, കാരണം ഇത് പെട്ടെന്ന് ബ്രൗൺ ആകും. ആ പാകം ഒന്ന് വേകണം. ആദ്യമായിട്ട് ചെയ്യുന്നവർ ആ കുഴിയുടെ പകുതി വരെ മാവ് വരുന്ന രീതിയിൽ ഒഴിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഉള്ളുമൊക്കെ നല്ലോണം വേകണമല്ല. അപ്പോൾ പിന്നീട് ഒരു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് തീ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് മനസ്സിലാകും. നമ്മൾ സാധാരണ ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്ന പോലെ തന്നെ തിരിച്ചും മറിച്ചുമായിട്ട് മുരിച്ചെടുക്കുക. ഈ ഉണ്ണിയപ്പം തണുത്ത് വരും തോറും ഒന്നുകൂടി ടേസ്റ്റ് ആയതിന് കേട്ടോ. അങ്ങനെ 2 ബാച്ചായിട്ട് 14 ചുട്ടെടുത്തിട്ടുണ്ട് ഈ ഒരളവിൽ. എണ്ണയൊന്നും കുടിക്കത്തുമില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്, നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കമൻറ്റും രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.